ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുവാനായി കലാമണ്ഡലം കൽപ്പന സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാധാരണയായിട്ട് നിങ്ങളുടെ ഉള്ളിലെല്ലാം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിൽ നമ്മുടെ പാരമ്പര്യ കലകൾക്കായി മാത്രം നിലകൊള്ളുന്ന ഒരു കൽപ്പിത സർവകലാശാലയ്ക്ക് ആരോഗ്യരംഗത്ത് എന്താണ് ചെയ്യാനാവുക എന്നുള്ളൊരു നോർമലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാൽ ഇവിടെ നമ്മുടെ സാറ ടീച്ചർ വളരെ വിശദമായി സമൂഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യം എന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു അവകാശമാവേണ്ടതിനെക്കുറിച്ചും അവയിൽ അതിൻ്റെ ഒരു ആരോഗ്യ പരിപാലനത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ വിശേഷിച്ചും ഇന്ന് നേഴ്സസിൻ്റെ പങ്കിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിച്ചു. ഒപ്പം ഡോക്ടർ ആശ ഇവിടെ വളരെ സ്കോളർലി ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ്റെ ഒരു എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം അവിടെ ഇക്വിറ്റി ആക്സസ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ഒരു വെൽബീയിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഒരു നേഴ്സസ് എന്ന കമ്മ്യൂണിറ്റിയുടെ നിലവിൽ നിൽക്കുന്ന, നമുക്കറിയാം കഴിഞ്ഞ ദിവസവും പല ഹോസ്പിറ്റലിൻ്റെയും വലിയ ഹോസ്പിറ്റലിൻ്റെയും മുന്നിൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു മേഖലയാണോ, അതല്ലാതെ തന്നെ ഉണ്ടാവേണ്ടതല്ലേ ആ ഒരു മൂല്യം ആ ഒരു മേഖലയിൽ തന്നെ ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിലേക്കാണ് ഈ സമരങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അത്രമാത്രം നിസ്വാർത്ഥമായ സേവനം നടത്തുകയും നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ വളരെയേറെ പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നേഴ്സസ് എന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കലാമണ്ഡലത്തിൽ എന്താണ് ഇവിടെ കാര്യം? പലപ്പോഴും അത് ന്യായമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ ചോദ്യം ഞാൻ കലാമണ്ഡലത്തിൽ നിന്നും കേൾക്കുന്നതാണ്. കാരണം പലപ്പോഴും ഇന്ത്യക്ക് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ പ്രൊഫഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു നല്ല സമയം അവർക്ക് കൊടുക്കുന്ന പരിശീലനം എന്നത് കലയിലും അവതരണ കലയിലും ഒക്കെയാണ്. കാരണം ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ പ്രവർത്തകന് വേണ്ടത്, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രധാനമായും വേണ്ടത് കരുതൽ അല്ലെങ്കിൽ കൺസേൺ എന്ന ഘടകം, അതേപോലെ തന്നെ എമ്പതി എന്ന ഒരു ഘടകമാണ്. എങ്ങനെയാണ് നമ്മൾ എമ്പതി നിർമ്മിച്ചെടുക്കുക? ഒരു സാധാരണ വ്യക്തിയിൽ ഒരു ആരോഗ്യ പ്രവർത്തനം ഒരു പ്രൊഫഷനായി എടുക്കുമ്പോൾ പ്രാഥമികമായും ഉണ്ടാവേണ്ട ഒരു ഗുണം എന്നത് എമ്പതി, അതേപോലെ തന്നെ കമ്പാഷൻ എന്നിവ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ പ്രധാനമായും അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം വിശേഷിച്ചും മറ്റെല്ലാവരിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു പ്രതിഭാസം ആരോഗ്യ പരിചരണം എന്നത് ഒരിക്കലും ഒരു ആരോഗ്യ പരിചരണ വേളയിൽ ഒരു ഒരു വ്യക്തിത്വമല്ല നമ്മുടെ മുന്നിൽ എത്തുന്നത്. അവിടെ വൈവിധ്യമാർന്ന വിവിധ വ്യക്തിത്വങ്ങളെ നേരിടുക എന്നാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്.
അതിന് നിരന്തരമായ പരിശീലനം, അതോടൊപ്പം തന്നെ മാനവികതയിലുള്ള ഒരു അല്ലെങ്കിൽ ഊന്നിയുള്ള ഒരു പരിശീലനം ആവശ്യമാണ്. അതിന് പലപ്പോഴും പല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉപയോഗിക്കുന്നത് നാടകം, അവതരണ കലകൾ, അതേപോലെ തന്നെ ചില എന്താ പറയുക, അത് ജനറേറ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്ന ഗെയിമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഈ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഇവിടെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ഇത് എത്രമാത്രം നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഇത് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം എങ്ങനെ നമ്മൾ ഒരു 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 21-ാം നൂറ്റാണ്ടിൽ മാറി വരുന്ന അല്ലെങ്കിൽ വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ എങ്ങനെ നേരിടുക അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പരിചരിക്കാം എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ ഇത് വലിയൊരു നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കല കൊണ്ട് ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ്. അതേപോലെ അവതരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. കാരണം എങ്ങനെ നമ്മൾ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാം, എങ്ങനെ നമുക്കൊരു മാനവികതയുടെ ഭാഗമാവാം, നീതിയുടെയും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും ഒരു ധാരണകൾ അല്ലെങ്കിൽ ബോധനം എങ്ങനെ സമൂഹത്തിൽ ഉണ്ടാക്കാം, അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലാണ് കലാമണ്ഡലം ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അതിലുള്ള ഒരു താല്പര്യം കാണിക്കുന്നതും. കാരണം കല എന്ന് പറയുമ്പോൾ സാധാരണയായി നമുക്കൊരു ധാരണയുണ്ട്, ഇത് വിനോദ ഉപാധി മാത്രമാണ് എന്ന്. അത് വളരെ പരിമിതമായ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പം പരമ്പര കലകളായാലും അതോടൊപ്പം തന്നെ ഇപ്പം ആധുനിക അവതരണ കലകളായാലും ശരി, ഇതിനെല്ലാം ഒരു വിനോദോപാധി എന്നതിലപ്പുറത്തായി മറ്റു പല ഘടകങ്ങളും അല്ലെങ്കിൽ പല മേഖലകളിലും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ആർട്ട് തെറാപ്പി, അതേപോലെ തന്നെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതേപോലെ തന്നെ മനുഷ്യന് അവരുടെ ജീവിതത്തിൽ അർത്ഥം നൽകുന്നതിൽ വളരെ വളരെ പ്രാധാന്യമുണ്ട്. പ്രായോഗിക തലത്തിൽ അപ്ലൈഡ് ആർട്ട് എന്ന രീതിയിൽ പല മേഖലകളുണ്ട്. ഇതെല്ലാം ഏതൊരു കലാരൂപത്തിനും സാധ്യമായ ഒന്നാണ്. കലാമണ്ഡലത്തിന്റെ കാര്യം എടുത്താൽ തന്നെയും പലപ്പോഴും, അതായത് കലാമണ്ഡലം തന്നെ അറിയാതെ ചെയ്തു പോയിട്ടുള്ള ധാരാളം നല്ല കാര്യങ്ങളുണ്ട്. പലപ്പോഴും അത് അറിയാനുള്ള അല്ലെങ്കിൽ അറിയാൻ അത് എത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയെന്ന് അറിയില്ല. കാരണം 1977 കലാമണ്ഡലത്തിന്റെ കൂടിയാട്ടം ഗ്രൂപ്പ് ഫ്രാൻസിൽ പോകുമ്പോൾ അവരുടെ പ്രധാന അവതരണം നടത്തിയത് 3 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു അന്ന് ഒരു പെർഫോമൻസ് നടത്തിയത്. ഇന്ന് ക്യാൻസർ സർവൈവേഴ്സിന് വേണ്ടിയുള്ള ധാരാളം പ്രോജക്റ്റുകൾ ആർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് അനുകമ്പയുടെ നിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. സംഗീതത്തിന്റെ മേഖലയിൽ, അവതരണത്തിന്റെ മേഖലയിൽ, അതോടൊപ്പം തന്നെ മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെ വളരെ വ്യാപകമായി അല്ലെങ്കിൽ വളരെ ഊർജത്തോടെ നമ്മുടെ ഈ ഒരു കലാമേഖലയിൽ വരുന്നുണ്ട്. മെഡിക്കൽ ക്ലൗണിംഗ് എന്ന് പറഞ്ഞൊരു പുതിയ മേഖല ഇപ്പോൾ ഹൈദരാബാദിലെ പല ഹോസ്പിറ്റലുകളിലും വളരെ വ്യാപകമായി പ്രാക്ടീസ് ചെയ്യുന്നതാണ് മെഡിക്കൽ ക്ലൗണിംഗ്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ആരെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്? നമ്മുടെ കൺസേൺ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പരിചരിക്കപ്പെടേണ്ട ആൾക്കാർക്ക് പരിചരണം മാത്രമല്ല, അവർക്ക് കലയുടെ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ അല്ലെങ്കിൽ കലയുടെ അതിൻ്റെ ഒരു അനുഭവത്തിലൂടെ നമുക്കൊരു പുതിയ അല്ലെങ്കിൽ ഒരു ജീവിത നിലവാരം ഉയർത്താനും ഉള്ള ധാരാളം സാധ്യതകളുണ്ട്. ഒപ്പം കല എന്നത് അതിൻ്റെ ഒരു പ്രയോഗം അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നതും പലപ്പോഴും ജീവിതത്തിന്റെ ഒരു അർത്ഥനിർമ്മിതിയിൽ വളരെയേറെ പങ്കുവഹിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഒരു പ്രൊഫഷണലിസത്തിന് വേണ്ടിയുള്ളതാവില്ല, ഒരു എൻഗേജ്മെന്റ് ഇൻ ആർട്സ്, അതായത് ഒരു കലയിലുള്ള തങ്ങളുടെ ഇടപെടൽ എന്നത് തന്നെ ജീവിതത്തിന് പുതിയ മാനം നൽകുന്നതാണ്. അപ്പൊ ഇതിനോടെല്ലാം ഉള്ള നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ അതിനോടുള്ള ഇൻവോൾവ്മെന്റ് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാനും നമുക്ക് ചുറ്റുമുള്ള വിവിധ വ്യക്തിത്വങ്ങളോട്, കാരണം ഇത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 പേഷ്യൻസിനെ അല്ലെങ്കിൽ 100 രോഗികളെ പരിചരിക്കുന്ന
വേളയിൽ നമ്മൾ 100 വ്യക്തികളെയാണ് കാണുന്നത്. ഈ 100 വ്യക്തികളും 100 വ്യത്യസ്തമായ വൈവിധ്യമാർന്ന വ്യക്തിത്വങ്ങളാണ്. ഇതിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാനസികമായ തയ്യാറെടുപ്പ്, അതിനുള്ളൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് പലപ്പോഴും സയൻസിലൂടെ ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. അത് ഒരു വ്യക്തി വ്യത്യസ്തനായ ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിയെ മാറ്റാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, മറിച്ച് ആ വ്യക്തിയെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അത് സാധാരണ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരാണെങ്കിൽ തന്നെ അത് വ്യത്യസ്തനായ വ്യക്തി എന്നുള്ള ഒരു മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനസ്സിലാക്കലുകൾ നന്നാവുന്നു എന്നുള്ളതാണ്. അതിന് വഴിതെളിക്കുവാൻ നമ്മൾ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ, വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ, അതേ അനുഭവങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വളരെയേറെ പ്രയോജനകരമാണ്. അതിലൂടെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നഴ്സിംഗ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തനം എന്നതിന് നമുക്കൊരു പുതിയ മാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനായി നമുക്ക് ആരോഗ്യ പ്രവർത്തകരും കലാകാരന്മാരും അല്ലെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.